ഹായ് ഹലോ, ഞാൻ ഹംദ. എൻ്റെ തൈര് തീർന്നിട്ട് കുറേയധികം ദിവസങ്ങളായി. കുറച്ച് ദിവസങ്ങളായി ഞാൻ പുറത്തുനിന്നാണ് തൈര് വാങ്ങി ഉപയോഗിക്കുന്നത്. എന്തായാലും എനിക്ക് തൈര് ഉണ്ടാക്കിയേ പറ്റൂ. 1/2 ലിറ്റർ പാലാണ് ഞാൻ കാച്ചാൻ എടുത്തത്. ഏകദേശം 1 മിനിറ്റോളം ഞാൻ പാല് നന്നായി തിളപ്പിച്ചു. ഇനി അടുപ്പ് ഓഫ് ചെയ്ത് കുറച്ചു നേരം ഇത് ഇങ്ങനെ ഇരിക്കട്ടെ. ഈ അടുത്തായിട്ട് ഞാൻ ആമസോണിൽ നിന്ന് 2 പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിരുന്നു. ഇതിന്റെ അൺബോക്സിംഗും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. വുഡിന്റെ ട്രേ ആണെന്ന് കരുതിയാണ് ഞാൻ ഓർഡർ ചെയ്തത്. വുഡല്ല, ഫൈബർ ആണെന്ന് തോന്നുന്നു. എന്തായാലും കൊള്ളാം, എനിക്കിഷ്ടമായി. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതിനോടൊപ്പം 4 കോസ്റ്റേഴ്സ് കൂടെ ഉണ്ട്. ഇതും ഞാൻ ആമസോണിൽ ഓർഡർ ചെയ്ത് വാങ്ങിയതാണ്. ഉള്ളിയും പൊട്ടറ്റോ ഒക്കെ സൂക്ഷിക്കാൻ വേണ്ടി വാങ്ങിയതാണ്. ഇതും കൊള്ളാം, വേവിച്ചിട്ട് കൊള്ളാൻ തോന്നി. ഇത് വന്നിട്ട് ഒരാഴ്ച ആയിട്ടുണ്ട്. ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ കൊള്ളാൻ തോന്നി. ഇന്ന് രാത്രിത്തേക്ക് എനിക്ക് ആലു ബട്ടർ മസാല ഉണ്ടാക്കണമായിരുന്നു. അതിന്റെ വീഡിയോയും കൂടി ഇതിന്റെ കൂടെ ചേർത്തു. 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു. പിന്നെ 1 ഇഞ്ച് നീളത്തിൽ ഒരു ക്യൂബ് ബട്ടർ കൂടി ചേർത്തു. 1 മീഡിയം സൈസ് സവാള അരിഞ്ഞതാണ് ഞാനിപ്പോൾ ചേർത്തത്. 1.5 ഇഞ്ച് നീളത്തിൽ ഒരു കഷ്ണം ഇഞ്ചി എടുത്തു. 7 വെളുത്തുള്ളി അല്ലി അരിഞ്ഞത് അതും കൂടി ചേർത്തു. 11 കാഷ്യൂ കൂടി ഇട്ടു. ഇഞ്ചി അരിഞ്ഞ് അതും കൂടി ഇട്ട് ഞാനിപ്പോ 1/4 ടീസ്പൂൺ കസ്തൂരി മേത്തിയാണ് ഇട്ടത്. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ടു. 1 മീഡിയം സൈസ് തക്കാളിയാണ് ഞാനിപ്പോ ഇട്ടത്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ടു. രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചാണ് ഞാൻ വഴറ്റിയത്. ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചത്. മസാല നന്നായി വഴറ്റി കഴിഞ്ഞു. ഇനി ഇത് അടുപ്പ് ഓഫ് ചെയ്ത് അല്പനേരം മാറ്റി വെക്കാം തണുക്കാൻ വേണ്ടിയിട്ട്. നേരത്തെ ഒഴിച്ചു വെച്ച തൈര് എന്തായി നോക്കാം. ഇപ്പൊ ഏകദേശം 8-9 മണിക്കൂർ ആയിട്ടുണ്ട്. തൈര് നന്നായി സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ തൈര് ഉണ്ടാക്കി കഴിക്കുമ്പോൾ എൻ്റെ കയ്യിൽ ആ സമയത്ത് ഏത് ഫ്രൂട്ടാണോ ഉള്ളതോ അതും അതിനോടൊപ്പം അല്പം ബദാം, പിസ്ത, കാഷ്യൂ അതും കൂടി ക്രഷ് ചെയ്തതും അല്പം ഷുഗർ ഫ്രീ ചേർക്കും. പിന്നെ ചിയാ സീഡ് കൂടി ഇട്ട് കഴിക്കാറാണ് പതിവ്. ആലു ബട്ടർ മസാലയ്ക്ക് ഞാൻ 5 ചെറിയ ഉരുളക്കിഴങ്ങാണ്, ഏകദേശം 300 ഗ്രാമോളം വരും. പാൻ അടുപ്പത്ത് വെച്ച് 1 ഇഞ്ച് നീളത്തിൽ ഒരു കഷ്ണം ബട്ടർ ചേർത്തു. അത് അലിഞ്ഞു വരുമ്പോഴേക്കും ഉരുളക്കിഴങ്ങ് ഇതുപോലെ അരിഞ്ഞ് വറുത്തെടുക്കാം. ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി,
1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടി അല്പം വെള്ളവും കൂടി ഒഴിച്ച് വഴറ്റിയെടുക്കാം. ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചത്. 1 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഞാൻ ഒഴിച്ചത്. പൊട്ടറ്റോ ഫ്രൈ ആയി വരുമ്പോഴേക്കും നേരത്തെ മാറ്റി വെച്ചിരുന്ന മസാല അരച്ച് അതും കൂടി ഒഴിച്ച് വഴറ്റിയെടുക്കാം. ഒരു കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ചത്. അരക്കപ്പ് വെള്ളത്തിൽ മിക്സിയുടെ ജാറും കൂടി കഴുകി ആ വെള്ളവും ഒഴിച്ചു. മൂന്ന് പച്ചമുളക് ചതച്ചതാണ് ഞാനിപ്പോൾ ഇട്ടത്. ഇനി ഉപ്പ് നോക്കി, ഉപ്പ് കുറവുണ്ടെങ്കിൽ വീണ്ടും ചേർക്കാം. ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തു. അര ടീസ്പൂൺ കസ്തൂരി മേത്തി ഇതുപോലെ കൈവച്ച് പൊടിച്ച് അതും കൂടി വിതറി. ഇത് 1 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമാണ്. ഇത് വേണമെങ്കിൽ ചേർത്താൽ മതിയാവും. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ചേർത്തുന്നേ ഉള്ളൂ. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി എത്രയും പെട്ടെന്ന് ഞാൻ വരും. അതുവരെ എല്ലാവർക്കും ബൈ.